ഹലോ ഗേസ്, ഇന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് തലേ ദിവസമേ ഒരുപാട് പ്ലാനിങ്ങളായിട്ടാണ് കിടന്നത് കേട്ടോ. രാവിലെ കഴിച്ച് ജോലിയൊക്കെ ഒതുക്കിയിട്ട് നേരെ അമ്പലത്തിൽ പോകണം. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്ന് കരുതി. പക്ഷേ ഞാൻ എണീച്ചപ്പോൾ ഒത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോക്കൊന്നും നടന്നില്ല. എന്നിട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാനൊക്കെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴുകിയെടുക്കാമെന്ന് കരുതി. നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് കയറിയപ്പോൾ നമ്മുടെ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പം ഒരുപാട് ദിവസം കൊണ്ട് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് രാവിലെ ആകുമ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ ഇടയിൽ അമ്പാടിക്കും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും സെറ്റ് സാരിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതെടുത്ത് കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴും പിന്നെയും മഴയൊക്കെ തുടങ്ങി. പിന്നെ അതും നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ്ങൊക്കെ ആയപ്പോൾ അമ്മുടൂന് പിണക്കവും കരച്ചിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ കോവയ്ക്ക പറിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അതിൽ അത്യാവശ്യം കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലുപ്പത്തിലുള്ള കോവയ്ക്കകളായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ കൊണ്ട് നട്ട വള്ളിയായിരുന്നു കേട്ടോ. അതിലിടയ്ക്ക് ഇതുപോലെ ചെറിയ കാ വരും, പിന്നെ പട്ടവും പിന്നെയും തിളർക്കും കാ വരും. അങ്ങനെയൊക്കെ ഇപ്പം നല്ല കാലുണ്ട് കേട്ടോ. കോവയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ കോവയ്ക്കാണ് കേട്ടോ. ഇത് കാണും പോലെയൊന്നും അല്ലേ, അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്. നല്ല വലിയ അമ്പാടി എന്തോ അതെന്തോന്ന് ഇത് ഛർദ്ദിക്കാൻ വരുന്ന ഗേസ്. അപ്പം നമ്മൾ അമ്പുടു ഛർദ്ദിച്ചു കേട്ടോ. അമ്പുടുവിന് വൊമിറ്റ് ചെയ്യാൻ തോന്നിയാണ് അങ്ങനെ നിന്നത്. അവന് കുറച്ച് ദിവസം കൊണ്ട് നല്ല ചുമയും കഫവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വിധത്തിൽ അത് പുറത്തോട്ട് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം അവൻ വോമിറ്റ് ചെയ്ത സമയത്ത് കുറച്ച് പുറത്തോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തി അറിയപ്പോൾ 2 പഴം ഞാൻ രാവിലെ ബോയിൽ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ആരും കഴിച്ചില്ല. അങ്ങനെ പിന്നെ അതൊരു ഈവനിങ് സ്നാക്സ് പോലെ ആക്കാമെന്ന് കരുതി. നല്ല അടിപൊളി സ്നാക്സ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കലക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളുമായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യും കേട്ടോ. അത് നല്ല ടേസ്റ്റായിരുന്നു. ഒഴിവ് സമയങ്ങളിലൊക്കെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുമക്കൾക്കും പിന്നെ ഇതുപോലെ സൺഡേ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ്. അമ്പാടിത മാഷാൻ്റെ ബിയർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനും ഈ സ്നാക്സ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ആദ്യമൊന്നും കഴിച്ചില്ലെങ്കിലും പിന്നെ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ മടുത്ത്, അവനത്ര മധുരം അത്ര ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അവൻ അങ്ങനെ അത് കഴിച്ചില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ശർക്കര ഇട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്തിക്കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ശർക്കര ഇല്ലാത്തത് കൊണ്ട് പഞ്ചസാര ഇട്ടാണ് ചെയ്തത്. എന്നാലും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടന് എന്തൊക്കെയോ കഴിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെയാണ് ചേട്ടൻ 2 ബർഗർ ഓർഡർ ചെയ്തു. ബർഗർ വന്നപ്പോൾ നമ്മുടെ പ്രതീക്ഷയൊക്കെ പോയി കേട്ടോ. അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്തായാലും വാങ്ങിച്ചില്ലേ, കളയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് കഴിച്ചപ്പോൾ തന്നെ വയറിനൊക്കെ എന്തോ പോലെ. പിന്നെ ഒന്നും കഴിക്കണ്ടെന്ന് കരുതിയതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടി വന്നു. കണ്ടോ ഇത് എടുക്കണത് ടാറ്റ പറയും. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ എന്തെങ്കിലും കഴിച്ചിട്ട്, ഇപ്പോൾ അമ്മയ്ക്ക് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ചെന്നാൽ അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നു വിടാനും ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അമ്മ ദോശയും ഓംപ്ലേറ്റും ചമ്മന്തിയൊക്കെ തന്ന്. അങ്ങനെ ഞാൻ ഒരു ദോശയും ഒരു ഓംപ്ലേറ്റും കഴിച്ചായിരുന്നു. പിന്നെ ഒരു ചായ കുറച്ച്, ഞാൻ ചായ കുടിക്കാറില്ല. അപ്പോൾ കുറച്ച് ചായ കുടിച്ചിട്ട് പിന്നെ അതും അധികം വെച്ചു. എന്നിട്ട് നമ്മൾ അമ്മ കുറച്ച് സാധനമൊക്കെ തന്നു. അതൊക്കെ കൊണ്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.